അവിവാഹിതനായ അബൂബക്കറും സഹോദരൻ അമീദും ഉമ്മയോടൊപ്പം ഈ കൂരയിൽ താമസിച്ചു വരികയായിരുന്നു. ഏതാനും ദിവസം മുമ്പ് ഉമ്മ മരിച്ചപ്പോൾ ഈ വീട്ടിൽ ഇവർ തനിച്ചായി. വർഷങ്ങൾക്ക് മുമ്പ് പണിത കൂര ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ സ്ഥിതിയിലായിരുന്നു. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി വേനൽ മഴ കനത്ത് പെയ്തപ്പോൾ തൊട്ടരികിലുണ്ടായിരുന്ന പ്ലാവ് അവരുടെ കൂരയിലേക്ക് കടപുഴകി വീണു. പാതിരാത്രി നേരത്ത് മരം കടപുഴകി മേൽക്കൂരയിൽ പതിയുമ്പോൾ അബൂബക്കറും സഹോദരൻ അമീദും വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഞാടെ കടന്നിട്ട് ഉണ്ടായിരുന്നു, ചോറെല്ലാം വയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ മണ്ണ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ മണ്ണ് ഇത് ഇടിഞ്ഞിട്ട് പോകും. ഈ മരം വേറെ അഞ്ചെണ്ണുണ്ടായിരുന്നു. മായ ഉണ്ടായിരുന്നു, കാറ്റും ചെറിയൊരു കാറ്റും മായ ഉണ്ടായതുകൊണ്ടെന്ന് പോകുന്നത്. മരം കടപുഴകി വീണതോടെ ഈ ഭാഗത്തുള്ള റോഡും വൈദ്യുതി ബന്ധവും തകരാറിലായിരിക്കുകയാണ്. ഉപ്പള മുസോടി അദീക്ക കടപ്പുറത്ത് രാത്രിയുണ്ടായ കാറ്റിൽ 5 വീടുകൾ തകർന്നു. 3 പേർക്ക് പരിക്കേറ്റു. അദീക്കയിലെ ബി ഫാത്തിമ, ഹസൈനാർ, അബ്ദുൽ ഖാദർ, ലത്തീഫ്, ഫാറൂഖ് എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ബി ഫാത്തിമയുടെ ബന്ധുക്കളായ മുനീർ, അസ്മ, ഷമീന എന്നിവർക്ക് പരിക്കേറ്റു. മഞ്ചേശ്വരത്ത് മത്സ്യസെഡും ഉപ്പള മുസോടിയിൽ തെങ്ങും കടപുഴകി വീണ് ഒരു വീടും തകർന്നിട്ടുണ്ട്. ബോവിക്കാനം 8 മൈലിൽ പന്നടക്കം മൊയ്തുവിന്റെ ഓടിട്ട വീട് തകർന്നു. ഉപ്പള ടൗണിലെ ആൽമരവും തകർന്നു വീണിട്ടുണ്ട്. വെള്ളിക്കോത്ത് അടോട്ട് വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കുലോത്ത് വളപ്പിലെ കുഞ്ഞിക്കണ്ണൻ, ചാപ്പയിൽ കുഞ്ഞിപ്പെണ്ണ്, കായിക്കീൻ മാധവി എന്നിവരുടെ വീടുകൾ തകർന്നു വീണു. ജില്ലയിൽ വ്യാപകമായ നഷ്ടമാണ് വേനൽ മഴയിൽ ഉണ്ടായിരിക്കുന്നത്.